ഹായ് ഗൈസ്, സോ ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് പെർട്ടിക്കുലർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന യൂസേഴ്സ് ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരുന്നു. ജേസൺ സെർവർ എന്ന് വെച്ചിട്ട് നമുക്ക് കറസ്പോണ്ടിങ് URL, ഇത് ജേസൺ സെർവർ സെറ്റ് ചെയ്യുന്നതാണ് ബേസിക്കലി. സോ ഈ URL വെച്ച് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ലിസ്റ്റ് നമുക്ക് യൂസേഴ്സിൻ്റെ കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ നോക്കിയിരുന്നു. ഓക്കെ, നമുക്ക് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സ്കീമ ഫയൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ സ്കീമ ഫയൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്കീമ ഫയൽ, നമ്മൾ മുമ്പ് വർക്ക് ചെയ്ത സ്കീമ ഫയൽ. സോ ഈ സ്കീമ ഫയൽ നമ്മൾ കമ്പനി ടൈപ്പ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കമ്പനി ടൈപ്പിൽ ഇപ്പോൾ കറസ്പോണ്ടിംഗ്ലി ID, നെയിം, ഡിസ്ക്രിപ്ഷനുള്ളൂ. നമുക്ക് നമ്മുടെ യൂസേഴ്സും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഞാനിവിടെ ആഡ് ചെയ്യാണ് യൂസേഴ്സ് എന്ന് പറഞ്ഞ ഫീൽഡ്. നമുക്ക് കുറഞ്ഞ യൂസേഴ്സ് ആവശ്യമുണ്ടല്ലോ അതിൽ. യൂസേഴ്സ് ടൈപ്പ്, നമുക്ക് ടൈപ്പ് എന്താ വേണ്ടത്? നമുക്ക് യൂസറിനാണ് വേണ്ടത്. അപ്പോൾ ടൈപ്പ് എന്തായിരിക്കും ഇവിടെ? ആക്ച്വലി യൂസർ ടൈപ്പ് ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. ഓക്കെ, യൂസർ ടൈപ്പാണ് നമുക്ക് വേണ്ടി വരുന്നത്. സോ നമുക്കിവിടെ പ്രശ്നം എന്ന് വെച്ചാൽ യൂസർ ടൈപ്പ് ആക്ച്വലി ഒരു സിംഗിൾ യൂസറിനല്ല നമുക്ക് വേണ്ടത്. കാരണം പെർട്ടിക്കുലർ കമ്പനി വർക്ക് ചെയ്യുന്ന എത്ര യൂസേഴ്സ് ഉണ്ടോ അത്ര യൂസേഴ്സാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ നമ്മൾ DB.JS നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ആപ്പിളിൽ വർക്ക് ചെയ്യുന്ന 2 പേരുണ്ട്. ലൈക്ക് ചിലപ്പോൾ നമുക്കെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ യൂസേഴ്സാണ് വേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനെന്താക്കണം? ഇത് നമുക്ക് ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ ലിസ്റ്റ് ആക്കുകയെന്ന് വെച്ചാൽ നമ്മളുടെ ടൈപ്പിൽ ഇവിടെ ന്യൂ GraphQL ലിസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യും. സ്പെല്ലിംഗ് തെറ്റി, GRPH GraphQL ലിസ്റ്റ്. അത് നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. GraphQL ലിസ്റ്റ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, GraphQL ലിസ്റ്റ്. സോ ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യണം, നമുക്ക് നമ്മുടെ ഈ യൂസർ ടൈപ്പ് ആക്ച്വലി മൾട്ടിപ്പിൾ യൂസേഴ്സാണ് നമുക്ക് വരേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ ഇത് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ കേസിൽ ആർക്സിൻ്റെ ആവശ്യമില്ല ഇവിടെ. ഓക്കെ, കാരണം ആർഗ്യുമെൻറ്റിന് ഇവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആർക്സ് മെൻഷൻ ചെയ്യുന്നില്ല. നമുക്ക് നേരെ റിസോൾവ് ഫംഗ്ഷൻ എഴുതേണ്ടത്. റിസോൾവ് 2 പാരാമീറ്റർ ഉണ്ടാവും, പാരൻ്റ് വാല്യൂ ആക്സും. ഓക്കെ, എന്നിട്ട് റിസോൾവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു ആക്സിയസ് മെത്തേഡ് കോൾ ചെയ്യണം. റിട്ടേൺ ആക്സിയസ് ഡോട്ട് ഗെറ്റ് മോർ. ഓക്കെ, നമ്മളിവിടെ നമ്മൾ കണ്ടു നമ്മുടെ ഈ URL വിളിക്കേണ്ടത്. ഈ URL കറസ്പോണ്ടിങ് ഡാറ്റ വരുന്നത്. ഓക്കെ, സോ ഈ URL ഞാൻ കോപ്പി ചെയ്യണം. ഈ URL എന്തിനാന്ന് നേരത്തെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമുക്ക് പെർട്ടിക്കുലർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എത്ര യൂസേഴ്സ് ഉണ്ടോ അത്ര യൂസേഴ്സ് നമ്മൾ കാണണം എന്നുള്ളത്. സോ കമ്പനി ID ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഈ കമ്പനി ID കറസ്പോണ്ടിങ് കമ്പനി ID പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന യൂസേഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ URL യൂസ് ചെയ്യുന്നത്. സോ ഈ URL ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ മെൻഷൻ ചെയ്യും. സോറി, ഇതാണ് കോപ്പി ചെയ്യുന്നത്. പേസ്റ്റ്. എന്നിട്ട് ഈ കമ്പനി ID നമുക്ക് കൊടുക്കുന്നുണ്ട്. കമ്പനി ID കൊടുക്കണമെങ്കിൽ ഇവിടെ ആക്സ് അല്ല നമ്മൾ കൊടുക്കുന്നത്. ആക്ച്വലി നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് ഡാറ്റ കിട്ടുമ്പോൾ ആക്സ് ബേസിക്കലി റൂട്ട് ക്വറിയിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ ആർക്സ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇത് ചൈൽഡ് ക്വറിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ പാരൻ്റ് വാല്യൂ ഡോട്ട് ID ആണ് നമ്മൾ യൂസ് ചെയ്യുക. പാരൻ്റ് വാല്യൂ ഡോട്ട് ID നമ്മൾ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇത് റിസോൾവ് ചെയ്യണം. ഡോട്ട് ദെൻ res ഡോട്ട് ഡാറ്റ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തു. എന്നിട്ട് സേവ് ചെയ്യണം. ഓക്കെ, സോ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്യാണ്, നമ്മുടെ ടെർമിനലൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഞാനങ്ങനെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി കനോട്ട് ആക്സസ് ദി യൂസർ ടൈപ്പ് ബിഫോർ ഇനീഷ്യലൈസേഷൻ എന്നൊരു ഇഷ്യൂ വന്നു. ഓക്കെ, സോ ഇത് നമ്മൾ ഫിക്സ് ചെയ്യണം ഈ ഇഷ്യൂ. സോ ഈ യൂസർ ടൈപ്പ് ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. സോ എന്തുകൊണ്ടായിരിക്കും ഈ ഇഷ്യൂ വന്നിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയോ? സോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ നോക്കുക. ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഇത് ഈ ഇഷ്യൂസ് എങ്ങനെ ഫിക്സ് ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളത്. ഓക്കെ, സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫിക്സ് ചെയ്ത് നോക്കുക നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.